തന്റെ ഏകജാതനായ പുത്രനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചതെന്ന് പിതാവായ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ഉണ്ടാകട്ടെ. തന്റെ ജീവനെ നമുക്കെല്ലാവർക്കും വേണ്ടി വെച്ചതെന്ന് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. ഈ മാസത്തിന്റെയും അവസാന ദിവസങ്ങളിലേക്ക് നാം എത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അവിടെ എവിടെയായി കാക്കുന്നു. നമുക്ക് വേണ്ടതൊക്കെ നൽകി നമ്മെ നടത്തുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അനർഹതകളെ, അയോഗ്യതകളെ, അപര്യാപ്തതകളെ ഒന്നും ദൈവം കണക്കെടുക്കാതെ തൻ്റെ കൃപാധിക്യപ്രകാരം നമ്മെ നടത്തുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. വീണ്ടും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ശേഷിപ്പിക്കുന്ന നാളുകൾ വിശ്വസ്തയോടെ ദൈവോന്മുഖരായി തിരുനാമത്തിന്റെ മഹത്വത്തിനായി ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ഒക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം സമയത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ലെന്നും നിത്യതയ്ക്കായി സൃഷ്ടിക്കപ്പെട്ടവരും പരിപാലിക്കപ്പെടുന്നവരും ആണെന്നും ഉള്ള ബോധ്യത്തോടെ ദൈവത്തോടൊപ്പമുള്ള നിത്യതയെ ലാക്കാക്കി ജീവിപ്പാൻ എല്ലാവർക്കും ദൈവം കൃപ തരുമാറാകട്ടെ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന ഭാഗത്താണ് നാം ഇപ്പോൾ വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നിൽക്കുന്നത്. ഏഴാം വാക്യം മുതൽ 14-ാം വാക്യം വരെ കുഞ്ഞാടിന്റെയും സിംഹാസനസ്ഥനായ പിതാവിന്റെയും മഹത്വം പാട്ടിലൂടെ പ്രകീർത്തിക്കുന്നത് നാം കാണുന്നു. അതിൽ 13-ാം വാക്യം വരെയും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് 12-ാം വാക്യം വരെയും ദൈവകുഞ്ഞാടായ ക്രിസ്തുവിനെയാണ് ഉയർത്തി പാടുന്നത്. മുൻപൊരിക്കൽ നമ്മൾ ചിന്തിച്ചതുപോലെ പിതാവായ ദൈവത്തെ പുകഴ്ത്തുന്നത് കൊണ്ട് പുത്രനും പരിശുദ്ധാത്മാവിനും ഒരു പിണക്കവും ഇല്ല. നമുക്ക് പൊസസീവ്നെസ് ഉണ്ട്, കുശുമ്പുണ്ട്. ദൈവത്തിന് പരിശുദ്ധ തൃത്വത്തിൽ കുശുമ്പൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഭാര്യയും ഭർത്താവുമായാൽ പോലും കുശുമ്പുണ്ട്. മക്കള് തന്നെ മമ്മിയെ കുറിച്ച് കൂടുതൽ പ്രിയപ്പെടുന്നെന്ന് കണ്ടാൽ പപ്പായിക്ക് ഒരൽപ്പം, തിരിച്ചാണെങ്കിൽ മമ്മിക്ക് ഒരൽപ്പം പ്രയാസം തോന്നും. അത് സ്വാഭാവികമാണ്, മാനുഷികമായി. എന്നാൽ ഇതുപോലെയുള്ള പൊസസീവ്നെസ്സോ കുശുമ്പോ ഒന്നും ദൈവിക തൃത്വത്തിൽ ഇല്ല. അതുകൊണ്ട് പുത്രനെ മഹത്വപ്പെടുത്തിയാൽ പിതാവും പരിശുദ്ധാത്മാവും പിണങ്ങത്തില്ല. പരിശുദ്ധാത്മാവിനെ മഹത്വപ്പെടുത്തിയാൽ പിതാവിനും പുത്രനും ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ ഇതിൻ്റെ എല്ലാം ശരിയായ ഒരു ക്രമം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് വിസ്മരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് 12-ാം വാക്യം വരെ ദൈവ കുഞ്ഞാടിനെയാണ് വാഴ്ത്തുന്നത്. അതിൽ ആദ്യ ഭാഗം നമ്മൾ കണ്ടു. 4 ജീവികളും 24 മൂപ്പന്മാരും വീണ് നമസ്കരിക്കുന്നു.
പിന്നീട് 1000 1000-ഉം 10000 10000-വുമായ ദൂതസംഘം ഉച്ചസ്വരത്തിൽ കുഞ്ഞാടിനെ വാഴ്ത്തുന്നു. അവരും ഏറ്റുപറയുന്നത്, കുഞ്ഞാടേ അങ്ങ് യോഗ്യൻ. ഏത് കുഞ്ഞാട്? അറുക്കപ്പെട്ട കുഞ്ഞാട്. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പൊ കുഞ്ഞാടിന്റെ യോഗ്യതയും കുഞ്ഞാടിന്റെ വിജയവും കുഞ്ഞാടിന്റെ യാഗവും ഒക്കെയാണ് ഇവിടുത്തെ ആരാധനയുടെ വിഷയങ്ങളായിട്ട് വരുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ 11-12 വാക്യങ്ങളാണ് ചിന്തിക്കുന്നത്. വിശേഷിച്ച് 12-ാമത്തെ വാക്യത്തിൽ ദൂതന്മാർ ഉച്ചസ്വരത്തിൽ അത്യുച്ചത്തിൽ പാടുന്നു, കുഞ്ഞാട് യോഗ്യൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. എന്തിനൊക്കെ? ശക്തിയും ധനവും ജ്ഞാനവും, അങ്ങനെ 7 കാര്യങ്ങൾ പറയുന്നു. സ്വീകരിപ്പാൻ അഥവാ ലഭിപ്പാൻ യോഗ്യൻ. സ്തോത്രം. അതിൽ നമ്മൾ കണ്ടു ശക്തി, പവർ. ആ ശക്തി എന്നുള്ളത് ഡുനാമീസ്, ഡൈനമോ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പണ്ടൊക്കെ നമ്മുടെ സൈക്കിളിലെ ഒരു പ്രധാന സംഗതിയായിരുന്നല്ലോ സ്തോത്രം, ഡൈനമോ എന്ന് പറയുന്നത്. ഡുനാമീസ്, ശക്തി, എക്സ്പ്ലോസീവ് പവർ, സ്ഫോടനാത്മകമായ ശക്തി എന്നാണ് അതിന്റെ അർത്ഥം. ആ പദമാണ് ഇവിടെ ശക്തിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. കുഞ്ഞാട് യോഗ്യൻ. എന്തിനൊക്കെ? ദുനാമീൻ, ശക്തി സ്വീകരിപ്പാൻ. ശക്തി സ്വീകരിപ്പാൻ. അതിനെ അധികാരമായിട്ടും കൂടെ മനസ്സിലാക്കാം, പവർ. കാരണം ഇതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് ശക്തി, ബലം എന്നുള്ളത്. അപ്പൊ ശക്തി എന്നും ബലമെന്നുമുള്ള 2 പദങ്ങൾ നാം കാണുന്നു. കാരണം ഇപ്പോൾ നമ്മൾ 3 കാര്യം ചിന്തിച്ചു. പവർ, റിച്ചസ് ആൻഡ് വിസ്ഡം. ശക്തിയും ധനവും ജ്ഞാനവും സ്വീകരിപ്പാൻ യേശു യോഗ്യൻ എന്നുള്ളത്. ആ ശക്തി എന്നുള്ളതിന്റെ പര്യായ വാക്കായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒന്നാണ് 4-ാമത്തെ കാര്യം, സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടെ നാം കാണുന്നത് ഇസ്കീൻ എന്നുള്ള ഒരു പദമാണ്. ഗ്രീക്കിൽ ഇസ്കീൻ, ISCHYN, ഇസ്കീൻ. എന്നാൽ ശക്തി എന്നുള്ളത് ഡുനാമീൻ. അതിൽ നിന്നാണ് ഡുനാമീസ്, ഡൈനമോ എന്ന പദമൊക്കെ വന്നിരിക്കുന്നത്. ഡുനാമീൻ. ഈ ഡുനാമീനും ഇസ്കീനും ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊന്നിനെ അധികാരവുമായും ബന്ധപ്പെടുത്താം. അധികാരം, ശക്തിയും അധികാരവും സ്വീകരിപ്പാൻ യോഗ്യൻ. കാരണം സകലത്തിന്മേലും അധികാരമുള്ളവൻ നമ്മുടെ കർത്താവായ യേശുവാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ 2 അധികാരങ്ങളെ, യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ 2 ശക്തികളെ, സ്തോത്രം, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജീവൻ കൊടുപ്പാനും തിരിച്ചു വാങ്ങാൻ. യോഹന്നാന്റെ സുവിശേഷം. ഓക്കെ, യോഹന്നാൻ 5-ലും 10-ലും നിന്ന് നമ്മൾ അത് കണ്ടിട്ടുണ്ട്. അതോറിറ്റി ടു ഗീവ് ഹിസ് ലൈഫ് away and also to receive.
പാപങ്ങൾ മോചിക്കാൻ. പാപമോചനത്തിനുള്ള അധികാരം, ശക്തി. മറ്റൊന്നും കൂടെ, ന്യായവിധി. ന്യായവിധി. ന്യായവിധിക്കും കൂടെ അടിസ്ഥാനമായിരിക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അത് നമുക്കതുകൊണ്ട് ന്യായവിധിക്കും കൂടെ അടിസ്ഥാനമായിരിക്കുന്നത് കൊണ്ട് ന്യായവിധിക്ക് മീതെ വെക്കാൻ പറ്റും. സുജ പറഞ്ഞതാണ്, അതിനെ മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് തന്നെ പറയാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ. ആഹാ, അവനിൽ തന്നെ ജീവനുള്ള. അതാണ് സുജ സിസ്റ്റർ പറഞ്ഞത്, ജീവൻ കൊടുക്കുവാനും എടുക്കുവാനും. അതേ വിഷയം തന്നെയാണ്, കുറച്ചും കൂടെ നമുക്ക് ചിരപരിചിതമായ ഒരു പദമുണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രയോഗമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ അധികാരവും ശക്തിയും വെളിപ്പെടുന്ന ഒരു ഘടകമാണത്. നിത്യജീവന്റെ അവകാശം. അല്ല. യെസ്, ആബ്സല്യൂട്ട്ലി. റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ മരണത്തെ ജയിക്കുവാൻ ഉള്ള അധികാരം. സ്തോത്രം. മരണത്തിന്റെ മേലുള്ള അധികാരം. കാരണം ബാക്കിയുള്ളവരുടെ മുഴുവൻ അധികാരങ്ങളും എവിടം കൊണ്ട് തീരുന്നു? മരണം കൊണ്ട് തീരുന്നു. എന്നാൽ യേശുവിൻ്റെ അധികാരം മരണത്തിന്മേലും കൂടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ജീവൻ കൊടുക്കാനും വെച്ചുകൊടുത്ത ജീവനെ തിരികെ പ്രാപിപ്പാനും അധികാരമുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് അധികാരങ്ങൾ, ശക്തിയും യേശുവിൻ്റേത്, നാം വിശേഷാൽ ശ്രദ്ധിക്കണം. ഒന്ന്, പാപങ്ങൾ ക്ഷമിപ്പാനുള്ള അധികാരം. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്, വേറെ ആർക്കുമില്ല. പാപങ്ങളെ ക്ഷമിപ്പാൻ, യേശുക്രിസ്തുവിൽ ഇടറിപ്പോകുവാൻ, യഹൂദന്മാർ ഇടറിപ്പോകുവാനുള്ള ഒരു കാരണം അതായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മ കാണും, 4 പേര് ചുമന്നുകൊണ്ടുവന്ന പക്ഷവാതക്കാരനോട് യേശു ആദ്യം പറഞ്ഞത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ആ വീടും മുഴുവനും മണ്ണും നുള്ളിയിടാൻ ഇടയില്ലാതെ തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. കേട്ട പുരുഷാരമൊക്കെ ഞെട്ടിപ്പോയി, എന്താ ഇവനീ പറയുന്നേ? കാരണം പാപം ക്ഷമിക്കാൻ ആർക്കും മാത്രമേ അധികാരമുള്ളൂ? ദൈവത്തിന്. യേശു ഞാൻ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് കാര്യം മനസ്സിലായി. ഇവൻ എന്താ പറയുന്നേ? ദൈവദൂഷണം. ഇവൻ യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവദൂഷണം. കാരണം യേശു എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നതിനാൽ യേശു എന്താ അവകാശപ്പെട്ടത്? ഞാൻ ദൈവമാണെന്ന്. ഞാൻ ദൈവമാണെന്നാ. സ്തോത്രം. നമ്മുടെ മുസ്ലിം സ്നേഹിതരൊക്കെ പറയാറുണ്ട്, യേശു ഒരിക്കലും ദൈവമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ലെന്ന്. അവർക്ക് തിരുവെഴുത്തൊന്നും വ്യാഖ്യാനിക്കാൻ അറിയാത്തവര് അതൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം. യേശു പലപ്പോഴും പല ആവർത്തി തൻ്റെ ദൈവത്വത്തിന്റെ അവകാശവാദം നടത്തിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു, തൻ്റെ അടുക്കൽ വന്നവരോട് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു വിട്ടത്. അപ്പോൾ യേശു അവകാശവാദം, ക്രിസ്തുവിന്റെ അവകാശവാദമായിരുന്നു യേശു ദൈവമാണ് എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിനും മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളൂ. മറ്റൊന്ന്, യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ അധികാരത്തിൽപ്പെട്ടതാണ് മരണത്തെ ജയിച്ചു എന്നുള്ളത്. മരണത്തിന്റെ മേലുള്ള അധികാരം. മരണത്തിന്റെ മേലുള്ള അധികാരം. ഹിന്ദിയിൽ
ഞാൻ ഇക്കാര്യം പറയുമ്പോൾ പുറത്തൊക്കെ സുവിശേഷം പറയുന്ന സമയത്ത് വളരെ സരളമായ ഒരു കാര്യം പറയാറുണ്ട്. ദൈവത്തിന് ഹിന്ദിയിൽ പറയുന്ന പേര് പരമേശ്വർ എന്നാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പരമേശ്വരൻ. എന്താ ഈ പരമേശ്വർ എന്ന് പറഞ്ഞാൽ? പരം ഈശ്വർ, പരം ഏറ്റവും ഉയർന്നത്, അത്യുന്നതമായത്. പരം ഈശ്വർ എന്ന് പറഞ്ഞാൽ സകലത്തിന്റെ മേലും അധികാരമുള്ളവർ. ഈ സകലത്തിന്റെ മേലും അധികാരം എന്ന് പറയുമ്പോൾ നമുക്കാർക്കും, വൈദ്യശാസ്ത്ര വിദഗ്ധന്മാർക്കും ശാസ്ത്രലോകത്തിനും ഒന്നും അധികാരമില്ലാത്ത ഒരു മേഖലയാണ് ജീവൻ മരണം എന്നുള്ളത്. മരണത്തെ തോൽപ്പിച്ച ആരുമില്ല. നമ്മളൊക്കെ ചിലപ്പോൾ പറയും, എഴുത്തുകാർ പറയും, പത്രക്കാരും വാർത്തക്കാരും പറയും, ഇന്നയാള് ക്യാൻസറിനെ പൊരുതി തോൽപ്പിച്ചു, അപകടത്തെ പൊരുതി തോൽപ്പിച്ചു, മരണത്തെ തോൽപ്പിച്ചു എന്നൊക്കെ. ചിലപ്പോൾ ചില അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു വരുമ്പോൾ അങ്ങനെ പറയുക സ്വാഭാവികമാണ്. അതല്ലാതെ മരണത്തെ തോൽപ്പിച്ച ആരെയും നമുക്ക് കാണാൻ പറ്റില്ല. ഒരിക്കൽ രക്ഷപ്പെട്ടവർ അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയവർ മറ്റൊരിക്കൽ മരണത്തിന് മരിക്കും, കീഴടങ്ങിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ചിരഞ്ജീവികളായിട്ട് ആരുമില്ല. എന്നാൽ ഒരുത്തൻ മാത്രം, നമ്മുടെ കർത്താവായ യേശു മാത്രം. അവിടെയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ ശക്തിയുടെയും അധികാരത്തിന്റെയും പ്രദർശനം. സ്തോത്രം. The very manifestation of the power and strength, the authority and might of Jesus, particularly or ultimately in two things: in forgiving sins and in resurrection, conquering the death. മരണത്തെ ജയിക്കുക, പാപത്തെ ക്ഷമിക്കുക. ഈ രണ്ട് അധികാരങ്ങളും ശക്തിയും നമ്മുടെ കർത്താവിനല്ലാതെ വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട് ഇവിടെ ദൂതന്മാർ പറയുകയാണ്, കുഞ്ഞാടേ, അറുക്കപ്പെട്ട കുഞ്ഞാടേ, അങ്ങ് ശക്തിയും ധനവും ജ്ഞാനവും ബലവും സ്വീകരിപ്പാൻ യോഗ്യൻ. സ്തോത്രം. അപ്പോൾ ഈ ശക്തി, ബലം എന്നുള്ളതിനെ നമ്മൾ അധികാരം എന്നുള്ളതുമായി ഒന്ന് കൂട്ടിച്ചേർക്കുകയാണ്. സ്തോത്രം. അങ്ങനെ യേശു ശക്തിയും അധികാരവും ബലവും ഒക്കെ സ്വീകരിപ്പാൻ യോഗ്യനായവനാണ്. അതുകൊണ്ടാണ് യേശു ഉയർപ്പിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നതാണ് മുമ്പേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞ ന്യായവിധിയുടെ അധികാരം. ന്യായം വിധിക്കാനും മറ്റാർക്കും അധികാരം ഇല്ല. ആ ന്യായവിധിയുടെ അധികാരവും ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്നു. കാരണം ഓർമ്മ കാണുമല്ലോ, is the king. No.
മറന്നുപോയി. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? Is high priest. നോ, ഹൈപ്രീസ്റ്റിന് ന്യായം വിധിക്കാൻ അധികാരമില്ല. ജോകുട്ടൻ പറഞ്ഞൊരു ബാക്കിയോടെ പറഞ്ഞാൽ ശരിയാകും. എല്ലാവരും പുത്രനെ ബഹുമാനിക്കേണ്ടതിന്. ആഹാ, He paid the price. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് എല്ലാവർക്കും അതിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അത് ഉറപ്പ് നൽകി. ഞാൻ കാരണമാണ് ചോദിച്ചത്. എല്ലാവരും ശീലസിസ്റ്റ് പുത്രനെ ബഹുമാനിക്കേണ്ടതിന്. അത് ലക്ഷ്യമാണ്. അത് ലക്ഷ്യമാണ്. ലക്ഷ്യം വേറെ, ഉറപ്പ് തെളിവ് വേറെ, കാരണം വേറെ. ഞാൻ കാരണമാണ് ചോദിച്ചത്. വെരി ഗുഡ് ബിന്ദു സിസ്റ്റർ. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിയുടെ അധികാരം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കുന്നില്ല. സ്തോത്രം. കിട്ടിയോ? വായിച്ചു. 27 വായിച്ചു. അവൻ മനുഷ്യപുത്രൻ ആകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതാണ് കാരണം. അപ്പം ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, വേർതിരിച്ച് നമ്മൾ ചിന്തിക്കണം. പക്ഷെ നമ്മുടെ പ്രസംഗങ്ങളിലും പലപ്പോഴും അത് കാണാറും കേൾക്കാറില്ല. ഉദ്ദേശം വേറെ, കാരണം വേറെ. Purpose is different, reason is different. So here the reason why Jesus is appointed the judge, because he is the Son of Man. A Son of Man has also two connotations. One is his humanity, other one is his messiahship. Stotra. Reference. 5:27 യോഹന്നാൻ. സ്തോത്ര. യേശു മനുഷ്യപുത്രൻ എന്ന് പറയുന്നതിന് 2 പ്രധാന അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് തന്റെ മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുന്നു, മറ്റൊന്ന് തന്റെ മശിഹാത്വത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ന്യായവിധിയുടെ അധികാരം, പാപം ക്ഷമിക്കുവാൻ അധികാരം ഉണ്ട്, അതുപോലെ ന്യായവിധിക്കും അധികാരമുണ്ട്. അതിനുള്ള കാരണം ക്രിസ്തു മനുഷ്യപുത്രനാണ്. 2, അവൻ മരണത്തെ ജയിച്ചവനാണ്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ യേശുവിന് അധികാരമുള്ളത്. സ്തോത്രം. യേശു മരിക്കുക മാത്രമായിരുന്നെങ്കിൽ, ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഈ അധികാരം തനിക്ക് ലഭിക്കില്ലായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജനനത്തിന്, മനുഷ്യജന്മത്തിന് മുമ്പ് അധികാരമില്ലായിരുന്നെന്നല്ല. എന്നാൽ ഒരു വാദത്തിനു വേണ്ടി പോലും ഇനി പറയാൻ പറ്റില്ല, യേശുവിനെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല. അവൻ ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതി. അതിനാണ് യേശുവിനെ പിതാവായ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്.
സ്തോത്രം. ആ അധികാരം, അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പറയുന്നത്, സ്തോത്രം, എന്തേ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 40, 41, 42 വായിച്ചോളൂ. Acts 10, 40, 41 and 42. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനും അല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. സ്തോത്രം. ജീവികൾക്കും മരിച്ചവർക്കും. ഇവിടെ ജീവികൾ എന്ന് പറഞ്ഞത് ശാസ്ത്രം പറയുന്ന ജീവികളായിട്ട് കണക്കാക്കരുത് കേട്ടോ. 42-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോളൂ വേണമെങ്കിൽ. And he commanded us to preach unto the people and to testify that it is he which was ordained of God to be the judge of the living and the dead. Of the living and the dead. ജീവിച്ചിരിക്കുന്നവർക്കും എന്നാണ് അതിന്റെ അർത്ഥം. ജീവികൾ എന്നതുകൊണ്ട് പശുവിനെയും പട്ടിയെയും ആടിനെയും പൂച്ചയെയും ഒക്കെ ന്യായം വിധിക്കുമെന്നാരും വ്യാഖ്യാനിക്കരുത്. അവിടെ ജീവികൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലിവിങ് പീപ്പിൾ ആൻഡ് ഓൾസോ ദ ഡെഡ് വൺസ് എന്നാണ്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ. അതാണ് നാം 2 തിമോത്തിയോസ് 4:1 കാണുന്നത്. സ്തോത്രം. ഏതാണ്ട് ഇതേ പദപ്രയോഗം തന്നെ നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കും. 2 Timothy 4:1. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും. സ്തോത്രം. ജീവികൾക്കും മരിച്ചവർക്കും. അവിടെയും മലയാളത്തിൽ അതേ പ്രയോഗം തന്നെയാണ്. അവിടുത്തെയും അർത്ഥം ഇത്രയേ ഉള്ളൂ: ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്ന കർത്താവ്. സ്തോത്രം. 1 പത്രോസ് 4:5 പത്രോസും ഇക്കാര്യം പറയുന്നുണ്ട്. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന്. 1 Peter 4:5 also. There also the same. Jesus is appointed or ordained the judge for the dead and the living. അതിനടിസ്ഥാനം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കേണ്ടതിന് വേണ്ടിയും കൂടെയാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്നാണ് പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ പ്രസംഗിച്ചത്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ച പ്രസംഗമാണ്. സ്തോത്രം. അതുതന്നെയാണ് പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 17:31 പറഞ്ഞത്. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ ന്യായവിധിയുടെ ഉറപ്പ് നൽകിയിരിക്കുന്നു. രണ്ടുപേരും, പത്രോസും പൗലോസും എന്ന് പറഞ്ഞാൽ ജാതികളുടെ അപ്പോസ്തലനും പരിച്ഛേദനക്കാരുടെ യഹൂദന്മാരുടെ അപ്പോസ്തലനുമായി അറിയപ്പെടുന്ന രണ്ടുപേരും ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ, വിശദീകരണം ആവശ്യമുള്ളതുണ്ടെങ്കിൽ ചോദിക്കാം.
ശരി, ഒന്നും ഇല്ല എന്ന് കരുതട്ടെ. അപ്പോൾ യേശുക്രിസ്തു ശക്തിയും ധനവും ജ്ഞാനവും ബലവും സ്വീകരിക്കുവാൻ യോഗ്യൻ എന്ന 4 സംഗതികൾ നമ്മൾ കണ്ടു. സ്തോത്രം. യേശുവിന്റെ ശക്തിയും അധികാരവും വെളിപ്പെട്ട മറ്റൊരു മേഖലയാണ്, എല്ലാ മേഖലകളിലും ഉണ്ട്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ളത്. പാപം ക്ഷമിക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ പാപം ക്ഷമിക്കുക മാത്രമല്ല, പിന്നെ പാപത്തിന് യേശു പരിഹാരം വരുത്തി. സ്തോത്രം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പാപപരിഹാരകൻ എന്ന് വിളിക്കുന്നത്. കേവലം ക്ഷമിക്കുക മാത്രമല്ല, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, യേശു 2 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, പാപത്തിന് യേശു പരിഹാരം വരുത്തി. മറ്റൊന്ന്, പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ യേശു രക്ഷിക്കുന്നു. മനസ്സിലാക്കണമല്ലോ. യേശു പാപത്തിന് തൻ്റെ യാഗം കൊണ്ട് പരിഹാരം വരുത്തി. അതുകൊണ്ടാണ് ഇന്ന് പാപത്തിന് ഇനിയും ഒരു യാഗവും ശേഷിക്കാതിരിക്കുന്നത്. യേശു ദൈവകുഞ്ഞാടായി തന്നെ താൻ ക്രൂശിൽ യാഗമാക്കി. ആ യാഗമാക്കലിലൂടെ യേശു എന്താ ചെയ്തത്? ആദാമ്യ പാപത്തിന് പരിഹാരമുണ്ടാക്കി, പാപത്തെ പരിഹരിച്ചു. 2, പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നു. കേവലം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നല്ല, കേവലം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നല്ല, പാപത്തിൽ നിന്ന് തന്നെ നമ്മെ വിടുവിക്കുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ. രക്ഷകൻ. രക്ഷകൻ. എന്തിൽ നിന്ന്? പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം. സ്തോത്രം. മത്തായി 1:21 വാക്യമാണ്. ആ വാക്യം അങ്ങ് വായിച്ചോളൂ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം. സ്തോത്രം. അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. നമ്മൾ നമ്മുടെ ഈ വെർച്വൽ മീറ്റിംഗിലും നമ്മുടെ ഈ ബൈബിൾ ക്ലാസ്സിലും ഏറ്റവും ഒടുവിൽ പറയാറുണ്ട്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എന്തിന്റെ മേലുള്ള ജയമാണ്? നമ്മളത് ചിന്തിച്ചുകൊണ്ടുമല്ലോ ആണോ മുദ്രാവാക്യം വിളിക്കുന്നത്? സ്തോത്രം. ആത്യന്തികമായി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന വിജയം പാപത്തിന്റെ മേലാണ്. പാപത്തിൽ നിന്നുള്ള വിമോചകനാണ് യേശു എന്ന് പറഞ്ഞാൽ, പാപം നമ്മെ കീഴ്പ്പെടുത്താതെ, പാപം നമ്മെ പരാജയപ്പെടുത്താതെ, സ്തോത്രം, നമ്മെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നവൻ
സ്തോത്രം. അപ്പോൾ ക്രിസ്തുവിന്റെ അധികാരം വെളിപ്പെടുത്തിയ അടുത്ത മേഖലയാണ് നമ്മൾ പറഞ്ഞത്, പാപത്തിന് പരിഹാരം വരുത്തി. സ്തോത്രം. പാപത്തിൽ നിന്ന് ജനത്തെ, മനുഷ്യരെ വിടുവിക്കുന്നു. അപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ, സ്തോത്രം, പാപം നിമിത്തം മനുഷ്യന്റെ മേൽ അധികാരം സിദ്ധിച്ചിരുന്ന സാത്താനെയും അവന്റെ ആയുധങ്ങളും മുഴുവനും അവങ്കൽ നിന്ന് പിടിച്ചു വാങ്ങി. കഴിഞ്ഞൊരു ദിവസവും നമ്മൾ ചിന്തിച്ചതുപോലെ, സ്തോത്രം, ആയുധവർഗം വയ്പ്പിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായർ 2:14-15 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു തന്റെ മരണത്താൽ മരണാധികാരിയായിരുന്ന പിശാചിനെ നീക്കി, നിക്കമ്മാക്കിയ. പിശാചിനെ ക്രിസ്തു പരാജയപ്പെടുത്തിയത് സാത്താനുമായി പ്രത്യേകിച്ച് നേരിട്ട് യുദ്ധമൊന്നും നടത്തിയിട്ടല്ല. അവന് നമ്മുടെ മേൽ അധികാരം സിദ്ധിച്ചിരുന്ന കാരണമായ പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ സാത്താന് സ്വാഭാവികമായി മനുഷ്യജാതിയിന്മേൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. അവനെ ഇല്ലാതാക്കിയിട്ടില്ല. അവന് അനുവദിക്കപ്പെട്ട സമയം ഇനിയും ഉള്ളത് കൊണ്ട്, സ്തോത്രം, സ്തോത്രം, പിശാചിന് ദൈവപ്രവർത്തികളെ അഴിക്കുവാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്ത സമയം ഇനിയും ശേഷിക്കുന്നത് കൊണ്ട് അവനെ ഇല്ലാതാക്കിയിട്ടില്ല. അവന് വീണ്ടും ആ സമയം തീരുന്നതുവരെ ദൈവപ്രവർത്തികളെ നശിപ്പിക്കുവാൻ, പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവനെ നീക്കിക്കളയുന്നതിന് മുമ്പ് തന്നെ, അവനെ നരകത്തിലേക്ക് ബന്ധിച്ചിടുന്നതിന് മുൻപ് തന്നെ ദൈവം എന്തു ചെയ്തു? അവന് മനുഷ്യന്റെ മേൽ അധികാരം സിദ്ധിച്ച പാപത്തിന് പരിഹാരം വരുത്തുകയും ആ പാപത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുകയും ചെയ്തു. അത് നിമിത്തം പിശാചിനുള്ള അധികാരം മനുഷ്യന്റെ മേൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. പല ആവർത്തി പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടെ ആവർത്തിക്കട്ടെ. The devil doesn't have a legitimate right upon you and me, since Jesus has made atonement for our sins on the cross. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ വോളണ്ടിയർലി, നമ്മുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് വീണ്ടും ഇത്ര നാള് സേവിച്ച അവനെ മാത്രമേ ഞാൻ ഇനി സേവിക്കുന്നുള്ളെന്നും പറഞ്ഞ് സ്വയസമർപ്പണത്തോടെ വീണ്ടും പിശാചിന്റെ അടിമത്വത്തിൽ ഒരാൾക്ക് കഴിയാം. അത്രേ ഉള്ളൂ. അതാണ് യേശുക്രിസ്തുവിന്റെ ശക്തിയുടെയും ബലത്തിന്റെയും അധികാരത്തിന്റെയും വിഷയം എന്ന് പറഞ്ഞ് ആ ഭാഗം നിർത്തട്ടെ. സ്തോത്രം. മുൻപോട്ട് പോകാമല്ലോ. മാസ്റ്ററെ, ഇപ്പോഴും ചിലർ സാത്താനെ ബന്ധിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഫ്രേസ് ശരിയാണോ? ഒരിക്കലും അല്ല. സാത്താനെ ബന്ധിക്കാനും നിത്യാഗ്നിയിലേക്ക് തള്ളിക്കളയാനും ഒന്നും ഉള്ള അധികാരം നമുക്കില്ല. അത് നമ്മുടെ ആൾക്കാർ പലരും ആവേശം കൊണ്ടങ്ങ് പറയുന്നതാണ്. ബലൂൺ സാത്താനെ പൊട്ടിക്കുക,
തെർമോക്കോൾ സാത്താനെ ചവിട്ടിപ്പൊളിക്കുക, ഇതൊക്കെ നമ്മുടെ ഇടയിൽ പലരും ചെയ്യാറുണ്ട്. സാത്താനെ സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സാത്താനെ അങ്ങനെ ബന്ധിക്കാനോ അവനെ നരകത്തിലേക്ക് തള്ളാനോ ഒന്നുമുള്ള അധികാരം നമുക്കാർക്കും കർത്താവ് നൽകിയിട്ടില്ല. എന്നാൽ അവൻ നമുക്കെതിരെ ചെയ്യുന്ന ഒരു പണിയും വിജയിക്കാതെ അതിന്മേൽ ജയമെടുക്കാനുള്ള അധികാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സാത്താനെ അന്ധകാര ശക്തികളെയും ഒന്നും ബന്ധിക്കാനോ അതിനെയൊന്നും നരകാഗ്നിയിലേക്ക് തള്ളാനോ ഒന്നും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ശാസനയിലും ഒന്നും മുതിരരുത്. അത് വേദപുസ്തക പ്രകാരമുള്ളതല്ല. റോമാലേഖനത്തിലും പൗലോസ് പറയുന്നത് എത്രയും പെട്ടെന്ന് ദൈവം സാത്താനെ നമ്മുടെ കാൽ കീഴെ ചതച്ചു കളയുമെന്ന്. നമ്മൾ എന്നല്ല, ദൈവം. വെളിപ്പാട് പുസ്തകത്തിന്റെ അധ്യായം തിരിച്ചുള്ള വിഷയങ്ങളെ നമ്മൾ നോക്കിയപ്പോൾ 20-ാം അധ്യായത്തിൽ വെച്ച് നമ്മൾ കണ്ടു പിശാചും ദൈവവും തമ്മിലുള്ള നേരിട്ടുള്ള ഏക യുദ്ധം ഗോഗ് മാഗോഗ് യുദ്ധമാണ്. ക്രൂശിൽ പോലും പിശാചുമായി നേരിട്ടൊരു യുദ്ധമായിരുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ യേശുക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തി ക്രൂശിൽ. പക്ഷേ സാത്താനുമായിട്ട് നേരിട്ടൊരു യുദ്ധം അവിടെ നടന്നില്ല. പകരം എന്താ സംഭവിച്ചത്? പിശാചിന് മനുഷ്യജാതിയിന്മേൽ അവകാശം നൽകിയിരുന്ന പാപത്തിന് പരിഹാരം വരുത്തി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ പ്രായശ്ചിത്ത രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി നമുക്ക് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിക്കുകയായിരുന്നു. ആ പാപത്തിന് പരിഹാരം വരുത്തിയതിലൂടെ പിശാചിനെ നിരായുധീകരിച്ചു. പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന മനുഷ്യരെ വിടുവിക്കുന്നതിലൂടെ യേശു ഇന്നും സാത്താനെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് നമ്മിലൂടെയാണ് ചെയ്യുന്നത്. സ്തോത്രം. നാം പിശാചിനെ പരാജയപ്പെടുത്തുന്നു, ശാസിച്ചും ഭത്സിച്ചും അല്ല. പിശാചിന്റെ ഇഷ്ടം നിവർത്തിക്കാതെ അവൻ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നാം അവന് നൽകാതെ, അവൻ നമ്മോട് ആവശ്യപ്പെടുന്നത് നാം അനുസരിക്കാതെ, സ്തോത്രം, അവൻ ശത്രുവായി കാണുന്ന ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ച് അവനിൽ നിന്നും മാറി ദൈവത്തോട് നമ്മൾ അടുത്ത് ചെല്ലുന്നതിലൂടെ നാം എന്ത് ചെയ്യുന്നു? സാത്താനെ തോൽപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ നടന്നു വരുന്ന അറിവില്ലാത്തവർ ചെയ്യുന്ന ആ ഒരു സംഗതി സാത്താനെ ബന്ധിക്കാനും നരകാഗ്നിയിലേക്ക് തള്ളാനുമൊന്നും നമ്മൾ ഉരുമ്പെടരുത്. മീൻസ് ഉരുമ്പെടുക എന്ന് പറയാൻ നടക്കുന്ന കാര്യമല്ല. ഭത്സിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഭത്സിക്കുന്ന ഭായിക്കൊക്കെ ഭയങ്കര സ്ട്രെസ് കൊടുത്ത് പറയുന്നതല്ല. സാത്താനെ എന്നെ വിട്ടുപോയെന്ന അർത്ഥമാണത്. അത് നമുക്ക് ചെയ്യാം. സാത്താനെ നിനക്ക് ഞാനുമായിട്ട്
ഒരു കാര്യമില്ല. സഖരിയ പ്രവചനത്തിലാണ് നാം കാണുന്നത്. ആരാ സാത്താനെ ഭത്സിച്ചത്? മിഖായേൽ ഭത്സിച്ചായിരുന്നോ? ദൈവം നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞു മീഖായേൽ. ദൈവം നിന്നെ ഭത്സിക്കട്ടെ. സ്തോത്രം. സഖരിയ പ്രവചനം 3-ാം അധ്യായത്തിലും യൂദായുടെ ലേഖനത്തിലും നാം ആ കാര്യം കാണുന്നുണ്ട്. സ്തോത്രം. സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു. യഹോവ നിന്നെ ഭത്സിക്കുന്നു. സ്തോത്രം. സഖരിയാവ് 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ യോശുവ മഹാപുരോഹിതൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്ത് ഭാഗത്ത് ചെന്നു. യഹോവയാണ് സാത്താനോട് ചോദിക്കുന്നത്, നീ എവിടുന്നാ വരുന്നേ? ആമേൻ. 2-ാം വാക്യത്തിൽ യഹോവ സാത്താനോട്, സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു. പറഞ്ഞത് ദൂതൻ പോലും അല്ല, യഹോവ നേരിട്ട. ആ ഭത്സിക്കുക എന്നതിന്റെ അർത്ഥം നിനക്കിവിടെ സ്ഥാനമില്ല എന്നതാണ്. ആ ദൈവീക അധികാരം നമുക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. യൂദായുടെ ലേഖനത്തിലും യൂദാ അപ്പോസ്തലൻ ആ വിഷയം പറയുന്നുണ്ടല്ലോ. 9-ാമത്തെ വാക്യത്തിൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭക്തന്മാരാരും അങ്ങനെ നമ്മുടെ ഇടയിൽ പ്രവാചകന്മാർ ചെയ്തു വരുന്നത് പോലെ ശാസിക്കുന്നു, ഭത്സിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതി തിരുവഴുത്തിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഈ 2 ഭാഗങ്ങൾ തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ അവിടെ യഹോവയാണ് സാത്താനെ ഭത്സിക്കുന്നത്. നമ്മുടെ ഇടയിൽ അത് വന്നത് ഏതൊക്കെയോ പ്രവാചകന്മാർ ഒരുപക്ഷെ ദൈവിക നിയോഗത്തിലായിരിക്കും. ആ സമയത്ത് അവർക്ക് അങ്ങനെ ഒരു നിയോഗം ഉണ്ടായി കാണും. സാത്താനെയോ സാത്താൻ ബന്ധിച്ച ബന്ധനങ്ങളെയോ ഭത്സിക്കുക എന്നതിന്റെ അർത്ഥം അതിനെ ശാസിക്കുന്നു. അത് ജഡത്തിന്റെ പ്രവർത്തികളെയും നമുക്ക് എന്ത് ചെയ്യാം? ശാസിക്കാം. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അകന്നു മാറുക, അതിനോടുള്ള നമ്മുടെ വിരോധവും വൈരാഗ്യവും അതിനോടുള്ള നമ്മുടെ വെറുപ്പും ദൈവം നൽകിയിട്ടുള്ള ദൈവിക അധികാരവും ഒക്കെ വെളിപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണ് അവിടെ ഉള്ളത്. സ്തോത്രം. ശരീരത്തിൽ നിന്ന് ഭൂതത്തെ ഇറക്കുന്ന ശുശ്രൂഷയോ? അത് ഭൂതബാധയാ, സാത്താനല്ല. ഭൂതം വേറെ, സാത്താൻ വേറെ. അത് പുതിയ നിയമ ശുശ്രൂഷയിൽ പെടുന്നതാണ്. ദുരാത്മാക്കൾ, യേശുക്രിസ്തു സ്വയം ആ കാര്യം ചെയ്തു, അപ്പോസ്തലന്മാർ അത് ചെയ്തു, ഇന്നും അതുണ്ട്. ഭൂതാത്മാക്കൾ മനുഷ്യരുടെ ശരീരങ്ങളെ ഗ്രസിക്കുന്നു, ഭൂതഗ്രസ്തർ. അവരെ കർത്താവിന്റെ നാമത്തിൽ മോചിപ്പിക്കാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അത് പിശാചല്ല, അത് ദുരാത്മാക്കളാണ്. There is only one devil. There are innumerable demons.
ഒറ്റ പിശാചേ ഉള്ളൂ. പിശാചിക്കളെന്ന് മറ്റേതിനെ വിളിക്കാറുണ്ട്. പക്ഷെ ശരിയായ അർത്ഥം സാത്താൻ ഒരാളെ ഉള്ളൂ. സാത്താന്യ ദൂതന്മാർ, ഭൂതങ്ങളാണ് ഏറെ. അവയാണ് മനുഷ്യരെ ബാധിക്കാറ്. ഈ ഭൂതാത്മാക്കളെല്ലാം ലോക്കൽസാണ്, എല്ലാം പ്രാദേശികമായി പരിമിതപ്പെട്ടവരാ. സാത്താൻ ഇന്റർനാഷണലാ. എല്ലായിടത്തും ഒറ്റ സാത്താനേ ഉള്ളൂ. മഹാരാഷ്ട്രയിലെ ഭൂതം ആയിരിക്കത്തില്ല കേരളത്തിലെ ഭൂതം. ഭൂതങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷെ സാത്താൻ ഒറ്റ ഒരാൾ, എല്ലായിടത്തും ഒറ്റ സാത്താൻ. സാത്താൻ ആരുടെയും, അതെ, അതാണ് സൈറ്റാനാസിന്റെ അർത്ഥമാണ് അഡ്വേഴ്സറി, വിരോധി, എതിരാളി എന്ന അർത്ഥം. സാത്താൻ ആരുടെയും ശരീരത്തിൽ അങ്ങനെ കയറിക്കൂടാറില്ല. കയറിക്കൂടിയാലും അല്പസമയത്തേക്ക് അവൻ വിസിറ്റിംഗ് നടത്താറേ ഉള്ളൂ. അവൻ വാസം ചെയ്യാറില്ല. കാരണം അവൻ ഒരുത്തനിൽ വന്ന് കയറിക്കൂടിയിരുന്നാൽ അവിടം കൊണ്ട് അവൻ പരിമിതപ്പെടും. അന്നേരം മറ്റെങ്ങും അവന് പോകാൻ പറ്റാതെ വരും. അതുകൊണ്ട് അവന്റെ പരിപാടി ഊടാടി നടക്കലാണ്. ഊടാടി നടക്കും. എന്നാൽ അവന്റെ ദൂതന്മാരാണ് ബാക്കിയുള്ളവയെല്ലാം. സ്തോത്രം. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. യേശു ശക്തിയും ധനവും ജ്ഞാനവും ബലവും സ്വീകരിപ്പാൻ യോഗ്യൻ. അടുത്തതാണ് ബഹുമാനം. സ്തോത്രം. ഓണർ, ബഹുമാനം. നമുക്കറിയാം, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങാൻ ഏക യോഗ്യമായ നാമം യേശുവിൻ്റെ നാമമാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പരിചിതമായതുകൊണ്ട് സമയം തീരുന്നത് കൊണ്ടും വായിപ്പിക്കുന്നില്ല. എല്ലാ മുഴങ്കാലും, സ്തോത്രം, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിങ്കലും കർത്താവിൻ്റെ മുമ്പിലും വണങ്ങും, അല്ലെങ്കിൽ മടങ്ങും. അത് തന്നെ പൗലോസ്ലിഹ എടുത്തു പറയുന്നുണ്ട്. റോമാലേഖനം 14-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, റോമൻസ് 14:11, എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. ഐശയ്യ 45:22 ഫോളോയിങ്. യെശയ്യ 45-ന്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് പൗലോസ് ഇവിടെ റോമർ 14-ൽ എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെയാണ് ഫിലിപ്പിയർ 2-ന്റെ 11-ാം വാക്യത്തിലും പൗലോസ് പറയുന്നത്. സ്തോത്രം. ഇതാണ് എല്ലാ നാവും യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നതും എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിൻ മുൻപിൽ മടങ്ങുന്നതും. ബഹുമാനം. സ്തോത്രം. സർവ ബഹുമാനത്തിനും യോഗ്യൻ യേശു ക്രിസ്തു. ക്രിസ്തുവിനെ മാനിക്കുമ്പോൾ അത് പിതാവിന് മഹത്വമാണ്. അതാണ് ഫിലിപ്പിയർ 2-ൽ പൗലോസ് പറഞ്ഞത്. യേശുവിന്റെ മുമ്പിലെല്ലാം മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവ് എന്ന് ഏറ്റു പറയും. എന്തിനു വേണ്ടി? ഉദ്ദേശം ദൈവത്തിന്റെ മഹത്വത്തിനായി. പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി. സ്തോത്രം.
അതെ, ആ ബഹുമാനമെല്ലാം സ്വീകരിപ്പാൻ യോഗ്യൻ യേശു. എബ്രായർ 1:6 ഹീബ്രൂസ് 1:6 അവിടെയും നമ്മൾ കാണുന്നു, പുത്രനെ വീണ്ടും ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ പിതാവ് ദൂതന്മാർക്ക് ഒരു കൽപ്പന കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവനെ നമസ്കരിക്കണം. അവനെ നമസ്കരിക്കണം. സ്തോത്രം. മറ്റൊന്ന്, ഇന്ന് നമ്മൾ സ്വമനസ്സോടെ നമ്മുടെ കർത്താവിനെ ബഹുമാനിക്കുന്നു, കുമ്പിടുന്നു, ആരാധിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചതുകൊണ്ട് വിവരിക്കാതെ പറഞ്ഞു വിടുന്നു. എന്നാൽ ഇന്ന് യേശുവിനെ മാനിക്കാത്ത, ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത, ആരാധിക്കാത്ത, ഇന്ന് യേശുവിന്റെ നാമം ഏറ്റുപറയാത്ത, യേശുവിന്റെ മുമ്പിൽ കുമ്പിടാത്തവരും എന്തു ചെയ്യും? യേശുവിനെ ഏറ്റുപറയും. സ്തോത്രം. അവനെ നമസ്കരിക്കും. അതെപ്പോഴാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. എപ്പോഴായിരിക്കും അത്? അവസാനം ന്യായവിധിയിങ്കൽ. സ്തോത്രം. ന്യായവിധിയിങ്കൽ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം. അതിനു മുമ്പ് സംഭവിക്കും. ജീവനോടിരിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങുന്നത് വെളിപ്പാട് 6-ാം അധ്യായത്തിന്റെ 12 മുതൽ കാണുന്നുണ്ട്. ദൈവസഭയോടുകൂടെ യേശു തേജസ്സിൽ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് യേശു കാണത്തക്കവണ്ണം, എല്ലാവർക്കും കാണത്തക്കവണ്ണമാണ് ഇറങ്ങി വരുന്നത്. അന്ന് ലോകത്തിലെ മഹത്തുക്കൾ, രാജാക്കന്മാർ, ധനവാന്മാർ, ന്യായാധിപന്മാർ ഒക്കെ ജീവനോട് അന്ന് ഭൂമിയിലുള്ളവരാണ് കേട്ടോ. അവരൊക്കെ കൂടെ ഓടും, ഭയപ്പെട്ടോടും. മലകളോടും പാറകളോടുമൊക്കെ പറയും, ഞങ്ങളെ ഒന്ന് മറയ്ക്കണേ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെയും കുഞ്ഞാടിന്റെയും ക്രോധ ദിവസം വന്നു, അത് തട്ടാതെ ഞങ്ങളെ ഒന്ന് മറയ്ക്കണേ. അത് കർത്താവിന് ബഹുമാനമാണ്, മഹത്വമാണ്. എന്നാൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം വലിയ വെള്ളസിംഹാസന ന്യായവിധിയിങ്കൽ മരിച്ച ആബാലവൃദ്ധം പേരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് തൻ്റെ മുമ്പിൽ നിർത്തി ഓരോരുത്തരെ ന്യായം വിധിക്കുമ്പോൾ അവര് തിരിച്ചറിയും, അവര് ജീവനോടിരുന്ന കാലം നിന്ദിച്ച, പരിഹസിച്ച, തള്ളിക്കളഞ്ഞ യേശു തന്നെയാണ് ദൈവം, കർത്താവ്, ന്യായാധിപതി എന്നൊക്കെ. സ്തോത്രം. അതാണ് നമ്മൾ യോഹന്നാൻ 5:22 വായിക്കുന്നത്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയുടെ അധികാരം പുത്രന് കൊടുത്തിരിക്കുന്നു. ഉദ്ദേശം. അപ്പോൾ അന്നാണ് എല്ലാവരും പുത്രനെ ബഹുമാനിക്കുന്നത്. ഇന്ന് സ്വർഗത്തിലെ വിശുദ്ധ ദൂതന്മാരും ഭൂമിയിലെ വിശുദ്ധന്മാരും കർത്താവിനെ ബഹുമാനിക്കുന്നു. എന്നാൽ അന്ന് 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ഉള്ള വലിയ വെള്ളസിംഹാസന ന്യായവിധിയിൽ സകലരും യേശുവിനെ കുമ്പിട്ട് നമസ്കരിച്ച് ബഹുമാനിക്കും. യേശു ആരാണ് എന്ന് അന്ന് അവർ തിരിച്ചറിയും, ഏറ്റുപറയും. പക്ഷേ ആ ഏറ്റുപറച്ചിൽ കൊണ്ടെന്തില്ല ഒരു പ്രയോജനമില്ല. നമ്മൾ അത് തന്നെ സങ്കീർത്തനം 22:29 കണ്ടിട്ടുണ്ട്. തങ്ങളുടെ പ്രാണനെ രക്ഷിപ്പാൻ
കഴിയാത്തവനും കൂടെ അവന്റെ മുമ്പിൽ കുമ്പിട്ട് അല്ലെങ്കിൽ വണങ്ങി നമസ്കരിക്കും. ബഹുമാനം സ്വീകരിപ്പാൻ യേശു യോഗ്യൻ. സ്തോത്രം. ഇത്രയും വ്യക്തമായല്ലോ. ഈ കർത്താവിനെ നമുക്ക് സ്വമനസ്സ ഇന്നും ബഹുമാനിപ്പാൻ, ആരാധിപ്പാൻ, നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായി സ്വീകരിപ്പാൻ ഭാഗ്യം നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ ഈ യേശുവിനെ, പാപത്തിന് പരിഹാരമായി മരിക്കുകയും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഈ യേശുവിനെ കർത്താവായും രക്ഷിതാവായും ദൈവമായും സ്വീകരിക്കാത്ത, ബഹുമാനിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, ആ വലിയ ന്യായവിധിയുടെ ദിവസം വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ പോകുന്നതിന് മുമ്പേ, ഇന്ന് ഇപ്പോൾ യേശുവിന്റെ മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുക. യേശു മാത്രം കർത്താവ്, യേശു മാത്രം രക്ഷിതാവ്, അവൻ മാത്രം ഏകസത്യ ദൈവം. ആ കർത്താവ് വരുന്നു. കർത്താവിനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.